നല്ല സിനിമകൾ കൊതിച്ച് മലയാളത്തിലെത്തിയ അന്യഭാഷാ നായികമാർ, ആരോരും അറിയാതെ പോയ ചിത്രങ്ങളിൽ, അതല്ലെങ്കിൽ അഭിനയിച്ച അവർ തന്നെ പിന്നീട് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ചിത്രങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ കുരുങ്ങിപ്പോയി അങ്ങനെ കരിയർ എവിടെയും എത്താതെ പോയ ഒരുപിടി നായികമാരെ കുറിച്ചാണ് ഇത്തവണ പറയുന്നത്. വെൽക്കം ബാക്ക് ടു ഫിലിം ഫീൽ. ഇത് 5 സുന്ദരികളുടെ കഥ. അഞ്ച് കന്നഡ ചിത്രങ്ങളിലെ അഭിനയ പരിചയവുമായി മലയാള സിനിമയിൽ തുടക്കം കുറിക്കാനെത്തിയ നടി. തെലുങ്കിൽ ഒരു സിനിമയും മിഥുൻ ചക്രവർത്തിയുടെ നായികയായി 2 ഹിന്ദി ചിത്രങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷമാണ് ബാംഗ്ലൂരിൽ നിന്ന് ശില്പ എന്ന ആ അഭിനേത്രി മലയാള സിനിമയിൽ അഭിനയിക്കാൻ എത്തുന്നത്. ആരെയും ആകർഷിക്കുന്ന അങ്കലാവണ്യം, മാദകത്വം അലിഞ്ഞു ചേർന്ന മന്ദഹാസം. ദി വാറന്റ് എന്ന ചിത്രത്തിൽ അപർണ എന്ന ജേർണലിസ്റ്റായി ശില്പ ശരിക്കും തിളങ്ങി. അച്ഛൻ വീരണ്ണയും അമ്മ കാന്തയും മലയാള സിനിമയിൽ ഇനി ശില്പയുടെ സുവർണകാലം വരുമെന്ന് പ്രത്യാശിച്ചു. വാറന്റ് പക്ഷേ 2000-ലെ ദയനീയ പരാജയങ്ങളിലൊന്നായി. കന്നഡത്തിലേക്ക് തിരിച്ചുപോയെങ്കിലും മലയാളത്തിലൊരു റീ എൻട്രി കിട്ടിയപ്പോൾ ശില്പ ഓടി വന്നു. റോഷന്റെ ഹൈറേഞ്ചിൽ ബാബു ഗണേശിന്റെ നായികയായി പൂർണിമ എന്ന കഥാപാത്രം. അജ്ഞാതനായ സൈക്കോ കൊലയാളിയുടെ വേട്ടയാടലിൽ പതറാതെ പൊരുതുന്ന പൂർണിമ നല്ലൊരു വേഷമായിരുന്നു. പക്ഷേ ജഗതി, ഇന്ദ്രൻസ്, സുകുമാരി എന്നിങ്ങനെ വമ്പൻ താരനിരയുണ്ടായിരുന്നിട്ടും ബി ഗ്രേഡ് സിനിമയെന്ന ലേബലായിരുന്നു ഹൈറേഞ്ചിന്. ചിത്രം വിജയം നേടിയെങ്കിലും മുഖ്യധാരാ സിനിമകളിലേക്ക് ആ സിനിമ ശില്പയെ എത്തിച്ചില്ല. ഇതേ വർഷം നായികയിൽ നിന്ന് ഐറ്റം നർത്തകിയിലേക്കും ശില്പ ചുവടുമാറി. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൽ തപ്പുകൊട്ടി തമ്പുരാട്ടി എന്ന പാട്ടിന് നടി ചെയ്ത ഐറ്റം നമ്പറും അന്ന് അത്ര കണ്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല. മലയാളത്തിൽ അഭിനയിച്ചത് ഒരേ ഒരു വർഷം 2000-ൽ 3 ചിത്രങ്ങളിൽ. ആ 3 സിനിമകൾക്കും കാര്യമായൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയാഞ്ഞതിനാൽ ശില്പ ഫീൽഡ് ഔട്ട് ആവുകയായിരുന്നു. ബൈജു കൊട്ടാരക്കര സംവിധാനം ചെയ്ത ബോക്സറിൽ കഥാനായിക ഐശ്വര്യയായി ആദ്യം രഞ്ജിതയാണ് ബുക്ക് ചെയ്തിരുന്നത്. ബാബു ആന്റണിക്ക് പൊന്നിൻ വിലയുള്ള കാലമായതിനാൽ ബോക്സറിലെ നായികാവേഷത്തോട് രഞ്ജിതയ്ക്കും പ്രത്യേക മമത. ഓർക്കാപ്പുറത്ത് തമിഴ് തെലുങ്ക് ചിത്രങ്ങളുടെ ടൈറ്റ് ഷെഡ്യൂൾ കാരണം ആ കഥാപാത്രത്തിൽ നിന്ന് നടിക്ക് പിൻവാങ്ങേണ്ടി വന്നപ്പോൾ പകരക്കാരിയായി സുലൂർപേട്ടയിൽ ഫാം ഹൗസ് നടത്തുന്ന റാൺസാഗറിന്റെ മകൾ ഹരിത എത്തുകയായിരുന്നു. കോളേജ് പഠനകാലത്തെ മോഡലിംഗ് പരിചയം ബോക്സറിൽ ഐശ്വര്യയെ ഭംഗിയാക്കാൻ ഹരിതയെ നല്ലൊരളവിൽ സഹായിച്ചു. ബോക്സ് ഓഫീസിൽ 95-ലെ ഈ ചിത്രം ശരാശരിയിൽ ഒതുങ്ങിയെങ്കിലും തെലുങ്ക് കന്നഡ ചിത്രങ്ങളിൽ തുടർച്ചയായി ഹരിതയ്ക്ക് അവസരങ്ങളുണ്ടായി. ജന്മത ജോഡിയിൽ ശിവരാജ് കുമാറിൻ്റെ നായികാവേഷമാണ് കന്നഡത്തിൽ ഹരിതയെ ശ്രദ്ധേയയാക്കിയത്. അമൂല്യ എന്ന പേരിൽ തമിഴിലും തെലുങ്കിലും അഭിനയിക്കുന്നതിനും ചിത്രം നടിയെ സഹായിച്ചു. ഇതിനിടയിൽ മുകേഷിന്റെ കാമുകി അമേരിക്കക്കാരി മോണിക്കയായി വംശത്തിൽ നടിക്ക് ഓഫർ ലഭിച്ചു. 97-ൽ മുകേഷിന് ആക്ഷൻ ഹീറോ പരിവേഷം നൽകാനെടുത്ത വംശം തിയേറ്ററിൽ ആദ്യ ദിവസം തന്നെ തവിടുപൊടിയായി. ഭരത്ചന്ദ്രന്റെ പ്രിയേ നിനക്കായിൽ പെട്രീഷ എന്ന മോഡേൺ ഗേളായി നടി 3-ാം ഊഴം കുറിക്കുന്നത് 99-ൽ. സീരിയൽ നടൻ അനീഷ് ആയിരുന്നു ചിത്രത്തിൽ ഹരിതയുടെ നായകൻ. വിലക്കപ്പെട്ട പ്രണയകഥ പറഞ്ഞ പ്രിയേ നിനക്കായിൽ പെട്രീഷയായി നല്ല രീതിയിൽ തന്നെ ഹരിത ശരീരപ്രദർശനം നിർവഹിച്ചു. പക്ഷേ ഷക്കീല തരംഗത്തിനിടയിൽ 2000-ലെ ഈ സെമി ഗ്ലാമർ ചിത്രം വന്നതും പോയതും ആരും അറിഞ്ഞില്ല. പതിയെ ഹരിതയും ആ തരംഗത്തിൽ പെട്ടു. 2001-ലെ ഷക്കീല ചിത്രം വേഴാമ്പലിൽ വഞ്ചിച്ച കാമുകനെ തേടി മദ്രാസിലെത്തുന്ന ഭാഗ്യലക്ഷ്മിയായി ഹരിത വീണ്ടും എത്തി. സിനിമ വമ്പിച്ച വിജയം നേടി. മൗറീഷ്യസിൽ ചിത്രീകരിച്ച റൊമാൻസിലും ഹരിതയായിരുന്നു നായിക. ഷക്കീല ചിത്രങ്ങളിൽ സജീവമായ അതേ വർഷം തന്നെ മെയിൻ സ്ട്രീം ചിത്രത്തിൽ സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞ താരം കൂടിയാണ് ഹരിത. രഞ്ജി പണിക്കർ ജോഷി ടീമിൻ്റെ പ്രജയിൽ മോഹൻലാലിൻ്റെ ബസ്റ്റിയായി ഗൗതം എന്ന കിടിലൻ കഥാപാത്രം. 2002-ന് ശേഷം മറ്റൊരു സിനിമയിൽ മലയാളത്തിൽ ഹരിത പ്രത്യക്ഷപ്പെട്ടില്ല. ഒരൊറ്റ സിനിമയിൽ അഭിനയിച്ച് മനോവേദനയോടെ ജന്മനാട്ടിലേക്ക് തിരിച്ചുപോയൊരു അഭിനേത്രി. ഭാവനയെക്കുറിച്ചാണ് പറയുന്നത്. മലയാളത്തിൽ ഒരൊറ്റ സിനിമയേ ഉള്ളുവെങ്കിലും ദേവദാസി എന്ന ആ ചിത്രത്തിൽ 2ാം നായിക യാനിയെ അവതരിപ്പിച്ച വടപളനിക്കാരി പെൺകുട്ടിയെ സിനിമ കണ്ടവർക്ക് മറക്കാൻ കഴിയില്ല.
തെലുങ്കിൽ കഥാനായികയായി ഒരു ചിത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് 99 ദേവദാസിയിലേക്ക് നടി ക്ഷണിക്കപ്പെടുന്നത്. തമിഴ് തെലുങ്ക് സിനിമകളിലെ ചെറുകിട ആർട്ടിസ്റ്റുകളായ അച്ഛനും അമ്മയും മലയാള സിനിമയുടെ മഹത്വം അന്നേറെ കേട്ടവർ. ഭരത് ഗോപി, നെടുമുടി വേണു എന്നിങ്ങനെ ലെജൻഡ്സ് ലീഡ് ചെയ്യുന്ന ചിത്രത്തിൽ മകൾക്കൊരു വേഷം എന്നറിഞ്ഞ് അവർ വണ്ടറടിച്ചു. ലൊക്കേഷനിലെത്തിയപ്പോൾ ദേവദാസിയുടെ കഥയായതിനാൽ അതീവ ഗ്ലാമറസ് ആകണമെന്ന് ഭാവനയ്ക്ക് നിർദ്ദേശം കിട്ടി. മാത്രവുമല്ല, നെടുമുടിക്കൊപ്പം അതീവ ഹോട്ടായി ഒരു കിടപ്പറ രംഗവുമുണ്ട്. കരിയറിൻ്റെ ബിഗിനിങ് സ്റ്റേജ് ആയതിനാൽ യാമിയെ അവതരിപ്പിക്കാൻ ഭാവനയ്ക്ക് മടി. മാത്രവുമല്ല, എഗ്രിമെൻ്റ് സൈൻ ചെയ്യുമ്പോൾ അത്തരം രംഗങ്ങളെക്കുറിച്ച് സൂചനയും തന്നിരുന്നില്ല. കരാറൊപ്പിട്ടതിൻ്റെ പേരിൽ മാത്രം ആ റോൾ ചെയ്ത് മടങ്ങുമ്പോൾ ഇനിയൊരിക്കലും മലയാള സിനിമയിൽ അഭിനയിക്കില്ലെന്ന് ഭാവന ശപഥമെടുത്തു. ലൈംഗികത കലാപരമായി ചിത്രീകരിക്കപ്പെട്ട ദേവദാസിയിൽ ഭാവനയുടെ ശരീര സൗന്ദര്യം നന്നായി ശ്രദ്ധിക്കപ്പെട്ടു. അപ്പോഴേക്കും മലയാളത്തിൽ രതിച്ചിത്ര തരംഗമായി. അത്തരം സിനിമകളിലേക്ക് നിരവധി ഓഫറുകൾ ഭാവനയ്ക്ക് ലഭിച്ചെങ്കിലും തൻ്റെ തീരുമാനത്തിൽ നിന്ന് നടി പിന്മാറിയില്ല. തുടർന്ന് തമിഴ് തെലുങ്ക് സിനിമകളിൽ ക്യാരക്ടർ വേഷങ്ങളിൽ അഭിനയിച്ചെങ്കിലും അവിടെ ഒരു സ്ഥാനം നേടിയെടുക്കാൻ നടിക്ക് കഴിഞ്ഞതുമില്ല. നല്ല സിനിമയിൽ നിന്ന് ഗ്ലാമർ സിനിമയിലെത്തിയവരുടെ കഥയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് തെലുങ്ക് താരം വാഹിനിയുടെ അനുഭവം. നായികയ്ക്കു വേണ്ട മുഖശ്രീയുള്ള വാഹിനി മധുകല എന്ന പേരിൽ മലയാളത്തിൽ തുടക്കം കുറിക്കുന്നത് 97 ഫാഷൻ പരേഡ് എന്ന ചിത്രത്തിൽ സിൽക്ക് സ്മിതയ്ക്കൊപ്പം. നായികമാരുടെ ഗ്ലാമർ രംഗങ്ങൾ കൊണ്ട് സമ്പന്നമായ ഫാഷൻ പരേഡ് ഹിറ്റായെങ്കിലും വാഹിനി തുടർന്നഭിനയിക്കുന്നത് ചന്ദ്രലേഖയിൽ മോഹൻലാലിൻ്റെ സഹോദരിയായി. അഗസ്റ്റിൻ്റെ ഭാര്യയായി ഒരൊറ്റ സീനേയുള്ളൂവെങ്കിലും ആ രംഗങ്ങളിൽ നന്നായി നടി ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷേ തുടർന്ന് നായികാവേഷങ്ങളോ ക്യാരക്ടർ വേഷങ്ങളോ മലയാളത്തിൽ ഒരു 3 വർഷക്കാലം വാഹിനിക്ക് ലഭിച്ചില്ല. 2000 എൻ ശങ്കരൻ നായരുടെ നിശാസുരഭികളിലൂടെയാണ് മലയാളത്തിലേക്ക് വാഹിനിയുടെ റീ എൻട്രി. ഭർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം അന്യപുരുഷന്മാരുമായി നിരന്തരം വേഴ്ചയിലേർപ്പെടേണ്ടി വന്ന രാധിക എന്ന പാവം പിടിച്ച ഭാര്യയായി നിശാസുരഭികളിൽ വാഹിനി തിളങ്ങി. പഴയ നായകൻ രവികുമാറായിരുന്നു ചിത്രത്തിൽ വാഹിനിയുടെ ഭർത്താവിൻ്റെ റോൾ. ഷക്കീല ട്രെൻഡിൽ പുറത്തിറങ്ങിയ നിശാസുരഭികൾ നന്നായി ഓടിയെങ്കിലും ആ ചിത്രം നടിക്ക് ഒരു ഗ്ലാമർ താരത്തിൻ്റെ പരിവേഷം നൽകി. ശങ്കരൻ നായരുടെ തന്നെ സത്യം ജയിക്കുമെന്ന ചിത്രത്തിലും മാക്സിമം ഗ്ലാമറസായി വാഹിനി എത്തി. ആ സിനിമ പക്ഷേ റിലീസായില്ല. 2000 ഗ്ലാമർ സൂപ്പർ ഹിറ്റായ തങ്കത്തോണിയിലെ രജനിയാണ് വാഹിനിയുടെ മറ്റൊരു ശ്രദ്ധേയ വേഷം. ജെസ്സിയായി ഷക്കീല ലീഡ് ചെയ്ത ചിത്രത്തിൽ നായകൻ സുധാകർ വസന്തിൻ്റെ നിഷ്കളങ്ക കാമുകി രജനിയായി വാഹിനിയും സ്കോർ ചെയ്തു. രാസകേളിയാമം മതതരളിതയാമം എന്ന പാട്ടിൽ സുധാകറിനൊപ്പം അതീവ ഗ്ലാമറസായി തന്നിലെ നർത്തകിയെയും ചിത്രത്തിൽ നടി അടയാളപ്പെടുത്തി. ഇതേ വർഷം സുരേഷിൻ്റെ ഹിറ്റ് ചിത്രം ഫാഷൻ ഗേൾസിലും പരസ്യ കമ്പനി ഉടമ അഞ്ജലിയായി വാഹിനി ശ്രദ്ധിക്കപ്പെട്ടു. കിന്നാരത്തുമ്പികൾക്ക് പിന്നാലെ ആ വർഷം എത്തിയ ചിത്രങ്ങളിൽ നിർമ്മാതാവിന് ഏറ്റവും ലാഭം നേടിക്കൊടുത്ത ചിത്രമായിരുന്നു ഫാഷൻ ഗേൾസ്. വാഹിനിയുടെയും ഇതര നായിക കൽപ്പനയുടെയും ശരീര സൗന്ദര്യവും അഭിനയ സൗന്ദര്യവുമായിരുന്നു ആ വിജയത്തിൻ്റെ ചാലകശക്തി. 2000 അങ്ങനെ നിറയെ ചിത്രങ്ങൾ ചെയ്തെങ്കിലും ബി ഗ്രേഡ് നടിയെന്ന് അറിയപ്പെടാൻ വാഹിനി കൊതിച്ചില്ല. നല്ലൊരു സിനിമയിൽ ചെറിയൊരു വേഷമാണെങ്കിൽ പോലും മലയാളത്തിൽ ചെയ്യാൻ വാഹിനി അന്നേറെ കൊതിച്ചിരുന്നു. 2005 ജി കൃഷ്ണൻ ഒരുക്കിയ തിരിച്ചുവരവെന്ന ചിത്രത്തിൽ മായ എന്ന പാവം പിടിച്ച നായികാവേഷമാണ് മലയാള സിനിമയിൽ ഏറ്റവും ഒടുവിൽ വാഹിനി ചെയ്തു വച്ചത്. അതേസമയം തെലുങ്ക് സോപ്പ് ഓപ്പറകളിൽ ഇപ്പോഴും വാഹിനി അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു.